നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ് പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാട്ടിലെ ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാമതിനായി നേരിട്ട് വിളിക്കാം. ഫോൺ നമ്പർ 0484284050. ഈ നമ്പറിൽ നേരിട്ട് വിളിച്ച് വിഷയങ്ങൾ അറിയിക്കാം. അതോടൊപ്പം തന്നെ ദൃശ്യങ്ങൾ, വാർത്തകളൊക്കെ ഞങ്ങളിലേക്ക് എത്തിക്കാം. വാട്സാപ്പ് വഴി അതയക്കാം. 6235968937 ഈ നമ്പറിലൂടെ വാട്സാപ്പ് വഴി ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ ഞങ്ങളിലേക്ക് എത്തിക്കാം. കഴിഞ്ഞ ദിവസം എറണാകുളം ഇടക്കൊച്ചിയെ കുറച്ചധിക സമയം മുൾമുനയിൽ നിർത്തിയ ആനയുടെ വാർത്ത നമ്മൾ കണ്ടതാണ്. എഴുന്നള്ളിപ്പിനായി ആനകളെ ഇറക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളെപ്പറ്റി നിരവധി ചർച്ചകൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു. എന്നാൽ ഉത്സവങ്ങളിൽ ക്ഷേത്രങ്ങളുടെ നടുത്തളത്തിൽ ആനകൾ കലിതുള്ളുന്നത് സ്ഥിരം സംഭവമായും മാറിയിരിക്കുന്നു. ഇടക്കൊച്ചിയിലെ ആന ഇടഞ്ഞ സംഭവമാണ് ഒടുവിലത്തെ ഉദാഹരണം. തുടരെ ഉണ്ടാകുന്ന ആന ഇടയലുകൾക്കും ആന ആക്രമണങ്ങൾക്കും അറുതിയുണ്ടാകണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു മാസത്തിനിടയിലെ 2 സായാഹ്നങ്ങൾ. കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ വൈകുന്നേരത്ത് പൊലിഞ്ഞത് 3 ജീവനുകളായിരുന്നു. അമ്മുകുട്ടിയും ലീലയും രാജനും തൽക്ഷണം മരിക്കുകയായിരുന്നു. പീതാംബരൻ, ഗോകുൽ എന്നീ 2 ആനകളായിരുന്നു ഇടഞ്ഞത്. പിന്നാലെ വനം വകുപ്പിന്റെ അന്വേഷണം. കർശന ജാഗ്രത പുലർത്തുമെന്ന് ഉറപ്പ്. ഒരാനയെ മാത്രം എഴുന്നള്ളിക്കാനാണ് അനുമതി നൽകിയതെന്നായിരുന്നു വനം വകുപ്പിന്റെ വിശദീകരണം. നാട്ടാന പരിപാലന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചോ എന്ന സംശയം ജില്ലാ ഭരണകൂടവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിയമപരമായി നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. കൃത്യം 1 മാസം എത്തുന്നതിന് മുൻപ് ഇടക്കൊച്ചിയിലെ ആനയിടയിൽ ആളപായമില്ല എന്നത് മാത്രമാണ് ആശ്വാസം. ചുരുങ്ങിയ നിമിഷം കൊണ്ട് പ്രദേശമാകെ ഉടലെടുത്തത് വലിയ ഭീതി. കൃത്യസമയത്ത് വനം വകുപ്പിന് ഇടപെടലുണ്ടാകാത്തത് സ്ഥിതി ഭയാനകമാക്കിയെന്നാണ് കൗൺസിലറുടെ ആരോപണം. കൃത്യമായി ഇടപെടേണ്ടതാണ് വനം വകുപ്പ്. ഞാനിപ്പോൾ കുറ്റം അടിച്ചേൽപ്പിക്കുകയല്ല, എന്നാലും ഈ 3.25 മണിക്കൂറോളം ഇടക്കൊച്ചിയിലെ ജനങ്ങളെ പരിഭ്രാന്തരാക്കുവാനായിട്ട് ഇന്നലെ അവർക്കൊരു ആനേനൊന്ന് തടയിടുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ള എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അവരാണല്ലോ ചെയ്യേണ്ടത്. പക്ഷെ അവർ ഇന്നലെ ഇവിടെ വന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. കൊയിലാണ്ടിയിലേതിന് സമാനമായി അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. നാട്ടാന പരിപാലന ചട്ടം പാലിച്ചാണോ ആന എഴുന്നള്ളിപ്പിനായി ഇറക്കിയെന്നുള്ള അന്വേഷണമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ചൂട് ക്രമാതീതമായി വർദ്ധിച്ചതാണ് ആന ഇത്തരത്തിലേക്ക് പ്രതികരിച്ചതെന്ന് വ്യക്തമാക്കുന്നതാണ് വനം വകുപ്പിന്റെ പ്രതികരണം. എന്തായാലും ആനകളെ ഇത്തരത്തിലേക്ക് ഇറക്കുന്നതിൽ നിയമാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. എന്താണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് നോക്കാം. ചൂട് കൂടുന്നതും പിന്നെ ആൾക്കാരുടെ ശല്യം ഇതായിട്ട് ഇന്നലെ ആന വന്നപ്പോൾ മുതൽ തന്നെ കുറേ ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരുന്നത് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടായിരിക്കാം ഇത് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ഗവൺമെൻറ് എന്തൊക്കെയാണ് ശക്തമായിട്ട് ഇതിനെ ഇതാക്കണമെന്ന് വെച്ചാൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ ഒന്നാമത് ഇവിടെ സ്കൂളും കൂടിയല്ലാണ്, പിള്ളേർ സ്കൂളിലുണ്ടായതുമാണ്. ആന ഇടഞ്ഞ് സ്കൂളിലായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് അത് ഒരു ഇതാവും. മനുഷ്യർക്ക് പോലുള്ള അസ്വസ്ഥതകൾ ആനകൾക്കും ഉണ്ടാകാമെന്നും നാട്ടാന പരിപാലന നിയമം കർശനമാക്കണമെന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. ആന പരിപാലനത്തിലും ആന സംരക്ഷണത്തിലും ആന എഴുന്നള്ളിപ്പിലും കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കണമെന്ന് വ്യക്തമാക്കുന്ന സംഭവ വികാസങ്ങളാണ് ദിനം പ്രതി പുറത്തു വരുന്നത്. ഇനിയെങ്കിലും വനം വകുപ്പ് ജാഗ്രത കാണിച്ചെങ്കിലേ മതിയാകൂ, ശ്രദ്ധ പുലർത്തിയെങ്കിലേ മതിയാവൂ. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ സന്തോഷ് ശേഖർക്കൊപ്പം YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. ഇപ്പോൾ കേരളത്തിൻ്റെ മതനിരപേക്ഷ സംസ്കാരത്തെ ഇല്ലാതാക്കുന്നതിന് വർഗീയ ധ്രുവീകരണവും ജാതീയതയും വെച്ച് പുലർത്തുന്ന സമീപനമാണ് ഇവർ. RSSും അതിന് പിന്തുണ നൽകുന്ന നിലപാടാണ് BJP ഗവൺമെൻറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വലതുപക്ഷ മാധ്യമങ്ങളായ അതെല്ലാ തലങ്ങളിലുമുള്ളതാണ്. പ്രിന്റ് മീഡിയയും അതുപോലെ തന്നെ ചാനൽ ഉൾപ്പെടെ എല്ലാം ഭരണവിരുദ്ധ വികാരം
ഇല്ല എന്ന കാര്യം അവർക്കത് പറയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് വ്യാപകമായ പ്രചാരവേല ഭരണവിരുദ്ധ വികാരമാണ്. ചേലക്കര അവർ അത് പ്രചരിപ്പിക്കുകയാണ്. എന്തായാലും ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരം കൊണ്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയാണല്ലോ സ്വാഭാവികമായിട്ടും ചേലക്കര തൂക്കുമെന്നായിരുന്നു അവരുടെ ധാരണ. ചേലക്കര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അങ്ങനെയൊന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ തകർക്കാൻ സാധിക്കുന്നതല്ല. കൃത്യമായി 12,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ചേലക്കര ജയിക്കാൻ സാധിച്ച സാഹചര്യമുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ എന്തെല്ലാം ശ്രമിച്ചാലും, നിങ്ങൾ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്, എല്ലാം ശ്രമിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ജനങ്ങൾ 99 സീറ്റ് നൽകി വിജയിപ്പിച്ചതുപോലെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു വിജയത്തിലേക്കാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉറ്റുനോക്കി മുന്നോട്ടേക്ക് പോകാനുള്ളത് എന്ന കാര്യം ഞങ്ങൾ കണ്ടു. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനം കരുതലോടെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം. ജാഗ്രതപ്പെട്ട സംഘടനാ രീതി, സംഘടനാപരമായിട്ടുള്ള കഴിവ്, കെൽപ്പ് വർദ്ധിപ്പിച്ച് മുമ്പോട്ടേക്ക് പോകണം എന്നത് തന്നെയാണ് പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ച് പോയിട്ടുള്ളത്. പുതിയ സാഹചര്യത്തെ നേരിടാൻ സംഘടന കൂടുതൽ ശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്നാണ്. അതിനായി പാർട്ടിയുടെ രാഷ്ട്രീയ നിലവാരം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ആദ്യദിന നടപടികൾ സംബന്ധിച്ച്, ചർച്ചകൾ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ് അദ്ദേഹം. ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ മുക്കുപണ്ട പണയ തട്ടിപ്പിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. CPIM തേൻകുരിശി മുൻ ലോക്കൽ സെക്രട്ടറി വാസുദേവനും ഭാര്യയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ലക്ഷ്മി ദേവിയും മകൻ വിവേകുമാണ് മുക്കുപണ്ടം പണയം വെച്ചത്. ലക്ഷ്മി ദേവിയുടെ സഹോദരനായ ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റ് മോഹനകൃഷ്ണനാണ് കേസിലെ ഒന്നാം പ്രതി. 4 പ്രതികളും ഒളിവിൽ എന്നാണ് ഒറ്റപ്പാലം പോലീസ് പറയുന്നത്. ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്ക് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച അർബൻ ബാങ്കുകളിൽ ഒന്ന്. CPM ഭരിക്കുന്ന ഈ ബാങ്കിൽ നിന്നാണ് മുക്കുപണ്ട പണയ തട്ടിപ്പിന്റെ വാർത്ത പുറത്തുവരുന്നത്. ഞെട്ടലോടെയാണ് നിക്ഷേപകരും നാട്ടുകാരും ഈ വാർത്ത കേട്ടത്. ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്കിന്റെ പത്തിരിപ്പാല ശാഖയിലാണ് മുക്കുപണ്ടം പണയം വെച്ച് ജീവനക്കാരനും ബന്ധുക്കളും ചേർന്ന് ലക്ഷങ്ങൾ തട്ടിയത്. ബ്രാഞ്ച് മാനേജർ ഭുവനേശ്വരി പുറത്തു പോകുന്ന സമയങ്ങളിൽ സീനിയർ അക്കൗണ്ടന്റായ മോഹനകൃഷ്ണനാണ് ബ്രാഞ്ചിന്റെ ചുമതല വഹിക്കുന്നത്. മാനേജർ ഇല്ലാത്ത സമയങ്ങളിലാണ് ബന്ധുക്കളിൽ നിന്ന് ഇയാൾ മുക്കുപണ്ടം സ്വീകരിച്ച് പണം നൽകിയിരുന്നത്. അന്ന് നമുക്കിതിനെ സംബന്ധിച്ച് അറിയില്ല. കാരണം ഇയാളുടെ പെങ്ങൾ എന്താണെന്നോ ഇയാളുടെ അളിയൻ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്രോഡ് നടത്തിയ 3 ആൾ എന്ന മട്ടിലാണ് നമ്മൾ ഇവരെ കണ്ടത്. പിന്നീട് ഇവർ ജനപ്രതിയാണെന്ന് പത്രങ്ങളിൽ നിന്ന് പിന്നീട് അറിഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഒറ്റപ്പാലം അർബൻ ബാങ്ക് ഭരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളാണ് ഭരണസമിതിയിനകത്തുള്ളത്. അപ്പോൾ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ CPMന് അഴിമതിയുമായി ബന്ധപ്പെട്ട്, ഇതുപോലെ തന്നെ കബളിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ബാങ്കിന്റെ ആവശ്യത്തിനായി ബ്രാഞ്ച് മാനേജർ പുറത്തുപോയപ്പോഴായിരുന്നു സഹോദരി പുത്രൻ വിവേക് മുക്കുപണ്ടവുമായി പണയം വെക്കാനെത്തിയത്. തിരിച്ചെത്തിയ മാനേജർക്ക് സംശയം തോന്നിയെന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് തന്നെ ഉരുപ്പിടിയുമായി മുങ്ങി. ഇതോടെ മോഹനകൃഷ്ണൻ ബന്ധുക്കളുടെ പേരിൽ പണയം വെച്ച ആഭരണങ്ങളുടെ പൊതികൾ ഓരോന്നായി തുറന്നു നോക്കുകയായിരുന്നു. മോഹനകൃഷ്ണൻ ബന്ധുക്കളിൽ നിന്ന് സ്വീകരിച്ച ആഭരണങ്ങളുടെ 31 പൊതികൾ പരിശോധിച്ചു. അപ്പോഴാണ് എല്ലാം മുക്കുപണ്ടമാണെന്ന് ബോധ്യമായത്. അല്ല, ഇതിൽ സംശയകരമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടായ വഴി തന്നെ ബാങ്കിൻ്റെ മാനേജർ ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുകയും ബാങ്കിൻ്റെ മാനേജർക്ക് സംശയം തോന്നിയ വഴി തന്നെ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിനെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് അപ്രൈസർ അടക്കമുള്ള സീനിയർ ഉദ്യോഗസ്ഥന്മാർ ഉടൻ തന്നെ പത്തിരിപ്പാല ശാഖയിലേക്ക് പോവുകയും അവിടെ എത്തി മോഹനകൃഷ്ണൻ പണയം വെച്ചിട്ടുള്ള, അതായത് മോഹനകൃഷ്ണൻ ആണല്ലോ പണയവസ്തു സ്വീകരിച്ചത്, ബാങ്കിലെ സീനിയർ അക്കൗണ്ടൻ്റാണ്. സാധാരണഗതിയിൽ മാനേജർ പുറത്ത് പല ആവശ്യങ്ങൾക്കും പോകുമ്പോൾ ചുമതല ഏൽപ്പിച്ച് പോകാറുണ്ട്. ഈ ചുമതല ഏൽപ്പിച്ച സന്ദർഭങ്ങളിലാണ് ഈ തട്ടിപ്പെല്ലാം നടന്നിട്ടുള്ളത്. ഇതിനിടയിൽ ബാങ്കിന്റെ സ്വർണ്ണാഭരണങ്ങൾ ഉരച്ചു നോക്കുന്ന അപ്രൈസറെ സ്വാധീനിക്കാനും മോഹനകൃഷ്ണനും സഹോദരി പുത്രൻ വിവേകും ശ്രമിച്ചു. ഇത് സാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ സംഘം മുഴുവൻ ഒളിവിൽ പോവുകയായിരുന്നു.
കേസിൽ മോഹനകൃഷ്ണനെ കൂടാതെ സഹോദരി ഭർത്താവ് CPIM തേങ്കുറിശി മുൻ ലോക്കൽ സെക്രട്ടറി വാസുദേവനും ഭാര്യയും കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ലക്ഷ്മി ദേവിയും സഹോദരി പുത്രൻ മകൻ വിവേകും പ്രതികളാണ്. നടപടിയെടുത്തു കഴിഞ്ഞു, സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു. ഇനി ചെയ്തത് മുഴുവൻ പോലീസിൻ്റെ അന്വേഷണത്തിന് കൂടി അത് വ്യക്തമായി കഴിഞ്ഞാൽ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാനുൾപ്പെടെയുള്ള നടപടിയാണ് ബാങ്കിന് എടുക്കാനുള്ളത്. റിസർവ് ബാങ്കിനെ ഞങ്ങളിത് അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 21 ദിവസത്തിനുള്ളിൽ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസർവ് ബാങ്കിന് ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്. ഞങ്ങൾ ആ സമയത്ത് അത് കൊടുക്കും. കേസിൽ 4 പേരും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. CPIM ഭരിക്കുന്ന ബാങ്കിൽ നിന്ന് ജീവനക്കാരനെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന മുൻ ലോക്കൽ സെക്രട്ടറിക്കും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ഭാര്യയ്ക്കുമെതിരെ സംഘടനാ നടപടി സ്വീകരിക്കാൻ പാർട്ടി തയ്യാറായിട്ടില്ല. അർബൻ ബാങ്കിന്റെ പ്രാഥമിക പരിശോധനയിൽ 28 ലക്ഷം രൂപയോളം ഈ സംഘം മുക്കുപണ്ടം പണയം വെച്ച് തട്ടിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സഹകരണ മേഖല തന്നെയാണ് കേരളത്തിലെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല്. ഇതുപോലുള്ള ജീവനക്കാരെ ഒഴിവാക്കി, പുഴുക്കുത്തുകളെ ഒഴിവാക്കി അത് ശുദ്ധീകരിക്കുക തന്നെ വേണം. ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ മാനേജർ തന്നെയാണ് മുക്കുപണ്ട പണയ തട്ടിപ്പ് കണ്ടുപിടിച്ചതെന്നത് ആശ്വാസകരമായ കാര്യമാണ്. നടപടി ഇനിയും വൈകിക്കൂടാ. പോലീസ് ആക്ഷൻ ഉടൻ വരട്ടെ. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. എറണാകുളം വെമ്പള്ളിയിൽ അനധികൃത നായ വളർത്തൽ കേന്ദ്രത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. നായ വളർത്തൽ കേന്ദ്രത്തിന് എതിരെ റവന്യൂ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അമൽ സുരേന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. അമൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, മൃഗസ്നേഹം മനുഷ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ വെമ്പള്ളിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവിടെ ഉണ്ടായിരുന്ന ജോർജ് എന്ന ആളുടെ ഉടമസ്ഥയിലുള്ള 2 നില കെട്ടിടം വാടകയ്ക്കെടുക്കുകയായിരുന്നു വീണ ജനാർദ്ദനൻ എന്ന മൃഗസ്നേഹി. ആ സ്ത്രീ ഇവിടെ തെരുവ് നായ്ക്കളെ കൂട്ടമായി കൊണ്ടുവന്ന് ഈ വീടിനുള്ളിൽ താമസിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിനെ പോറ്റി വളർത്തുകയാണ് എന്ന പേരിൽ ഈ വീടിനുള്ളിൽ അധിവസിപ്പിക്കുകയും അതിനെ ടേക്ക് കെയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു ജോലിക്കാരിയെ നിർത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് ഈ പരിസരത്താകെ ഉണ്ടായത് വല്ലാത്ത ഒരു ദുർഗന്ധവും, നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ദുർഗന്ധമാണ് ഇവിടെ അടിക്കുന്നത്. ഈ കുറച്ച് നാളുകൾ കൊണ്ട്, 1 മാസം കൊണ്ട് തന്നെ ഈ പ്രദേശവാസികൾക്കെല്ലാം ശല്യമായി തീർന്നിരിക്കുകയാണ്. മൃഗസ്നേഹത്തിന് ഇവരാരും എതിരല്ല. അതേ സമയം തന്നെ ഇതൊരു മനുഷ്യന് സ്വൈര്യത്തോടെ ജീവിക്കാനുള്ള ഒരവസ്ഥയെ ഇല്ലാതാക്കുന്ന തരത്തിലാവരുത് എന്ന് മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. ഏതായാലും ഇന്ന് കുന്നത്നാട് MLA-യുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇവിടെ എത്തി ഈ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിച്ചെങ്കിലും അതിന് ഈ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുവാൻ നിലവിൽ ഈ വീട്ടിലെ വാടകയ്ക്ക് ഈ വീട് എടുത്തിരിക്കുന്ന വീണ ജനാർദ്ദനനും സംഘവും സമ്മതിക്കുന്ന സ്ഥിതി ഉണ്ടായില്ല. തുടർന്ന് നാട്ടുകാരുടെ അടക്കം ചേർന്നുകൊണ്ടുള്ള ഒരു സംഘം ഈ വീടിന്റെ മതിൽ പൊളിക്കുന്ന സ്ഥിതി പോലും ഉണ്ടായിട്ടുണ്ട്. പോലീസിന്റെ അടക്കമുള്ള സന്നാഹങ്ങൾ ഇവിടെ എത്തുകയും ഈ വീട്ടിലേക്ക് കടക്കുവാനുള്ള ശ്രമം നടത്തുകയും പഞ്ചായത്ത് അധികൃതർ അടക്കം ഈ ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള നായ വളർത്തലിനെതിരെ നോട്ടീസ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ നാട്ടുകാരോട് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ ഞാൻ പറയാം, ഒരു മാസമായിട്ട് വാടകയ്ക്ക് അവർ 4 പട്ടീനെ കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നതാണ് എൻ്റെ അറിവ്. അപ്പം ഇപ്പോൾ ഒരു 40 പട്ടിയിൽ മേളിൽ അവരിവിടെ കൊണ്ട് താമസിപ്പിക്കുന്നുണ്ട്. ഇപ്പം 1 മാസമായപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഭയങ്കര, ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ശ്വസിക്കുമ്പോൾ ഭയങ്കര ദുർഗന്ധമാണ്. ഇനിയിപ്പോൾ 2 മഴകളും പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അത്ര അവസ്ഥ. എൻ്റെ വീട് ഒരു 3-4 വീടിൻ്റെ അപ്പുറമാണ്. അവിടെ വരെ ഇതിൻ്റെ സ്മെല്ല് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്മെല്ല് ഇത്ര കുറഞ്ഞു നിൽക്കുന്നത് അവർ ഇന്നലെ ഇവിടെ കുറേ മണ്ണൊക്കെ കൊണ്ടാണ്. ഇന്നിപ്പോൾ MLA വന്നു, RDO വന്നു ഒക്കെ സംസാരിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഇവർ MLA പറഞ്ഞിട്ട് പോലും പോലീസുകാരെ അതിൻ്റെ അകത്തേക്ക് പോലും കേട്ടിട്ട് ഇല്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അവസാനം ഇവിടെ പ്രതിഷേധങ്ങൾ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി പേരാണ് ഇപ്പോൾ ഈ വീടിനടുത്ത് വെമ്പള്ളിയിൽ ഇപ്പോൾ തടിച്ചു കൂടിയിട്ടുള്ളത്. ഇവരെല്ലാവരുടെയും ഒരേ ഒരു ആവശ്യം എന്ന് പറയുന്നത് തങ്ങൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ചേച്ചി, ഇവിടെ ഈ പട്ടികളൊക്കെ ഇങ്ങനെ വന്ന് കൂട്ടത്തോടെ ഈ ഒരു വീട്ടിനുള്ളിലായപ്പോൾ നിങ്ങൾക്കതൊരു ശല്യമായി മാറിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അവർ എല്ലാ വേസ്റ്റുകളും ഇട്ട് കത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ റോട്ടിൽ കൂടെ പോണ സ്കൂൾ കുട്ടികൾ മുതൽ യാത്രക്കാർക്ക് മുതൽ എല്ലാവർക്കും ബുദ്ധിമുട്ട് വന്ന രീതിയിൽ അവർ സംസാരിക്കുകയും ചെയ്യണം. ഞങ്ങൾ മാന്യമായ രീതിയിൽ അവരുടെ അടുത്ത് സംസാരിക്കാൻ ചെന്നാൽ അവർ ഞങ്ങളുടെ അടുത്ത് മോശമായ രീതിയിലാണ് ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുക. അപ്പം ഞങ്ങളുടെ പേരിൽ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഞങ്ങളുടെ അടുത്ത് മോശമായ രീതിയിൽ ഞങ്ങളോട് സംസാരിക്കുന്നത്.
ഇപ്പോ മേലധികാരികളായിട്ടുള്ള ആളുകളെല്ലാം ജില്ലാ ഭരണകൂടത്തിന്റെ ആളുകൾക്കെല്ലാം ഇവർ പരാതി കൊടുത്തിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ നടപടി സ്വീകരിക്കണമെന്ന് റവന്യൂ അധികൃതർ മേലധികാരികൾക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഉന്മേഷ്. അമൽ സുരേന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് അപകട വാർത്തകളില്ലാത്ത ഒരു ദിവസം പോലുമില്ല. ഡ്രൈവറുടെ അശ്രദ്ധയും റോഡിന്റെ പ്രശ്നങ്ങളും തുടങ്ങി കാരണങ്ങൾ പലതാണ്. സമാനമായ വാർത്ത തന്നെയാണ് കാസർഗോഡ് നിന്ന് വരുന്നത്. അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് പൊയ്നാച്ചി സുള്ളിയ റോഡിൽ. ഇവിടെയും പ്രശ്നം നിർമ്മാണമാണ്. അന്തർ സംസ്ഥാന പാതയിലെ ബന്തെടുക്ക ടൗൺ മുതൽ പുളിഞ്ചാൽ മൊട്ട വരെയുള്ള റോഡിലെ നിർമ്മാണത്തിലെ അപാകത മൂലമാണ് അപകടങ്ങൾ പതിവാകുന്നത്. 10 ദിവസത്തിനിടെ ഇവിടെയുണ്ടായ വാഹനാപകടങ്ങളിൽ 2 പേരാണ് മരിച്ചത്. കേരള കർണാടക സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന പൊയ്നാച്ചി മുതൽ സുള്ളി വരെയുള്ള അന്തർ സംസ്ഥാന പാതയാണിത്. ഈ റോഡ് നിർമ്മാണത്തിലെ അപാകത മൂലം ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. എസ് വളവുകളും അപകടാവസ്ഥയിലുള്ള പാലങ്ങളും ഭീതി വർദ്ധിപ്പിക്കുന്നുണ്ട്. $83 കോടി ചെലവിൽ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മാണം. പൊയ്നാച്ചി മുതൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. പക്ഷേ ബന്തെടുക്ക ടൗൺ എത്തിയപ്പോൾ റോഡിന്റെ വീതി കുറഞ്ഞു. ഭയാനകമായ വളവുകളിലൂടെ സ്ഥലം പരിചയമില്ലാത്ത യാത്രക്കാർ എത്തുമ്പോൾ ഈ നാട്ടുകാർക്ക് ഭീതിയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നവർ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടുന്നത് നാട്ടുകാരുടെ ജാഗ്രത ഒന്നുകൊണ്ട് മാത്രം. ഈ സർക്കാർ ഉദ്യോഗസ്ഥരാണോ അതിൻ്റെ പ്രധാനപ്പെട്ട എസ്റ്റിമേറ്റ് എടുക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് ഈ പാലത്തിൻ്റെ ശോചനീയാവസ്ഥ കണ്ടിട്ടും ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പല പ്രാവശ്യം ഈ എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഇതിൽ പാലം അനുവദിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഈ പാലം ഇങ്ങനെ ബാക്കിയാക്കി ഇവിടുന്ന് ഇട്ടിട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ഓട്ടോറിക്ഷ ഇവിടുന്ന് മറിയുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റോഡ് കടന്നുപോകുന്ന പുളിഞ്ചാൽ പാലത്തിൻ്റെ അവസ്ഥ ഇതുവരെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. 63 വർഷം മുൻപ് നിർമ്മിച്ച പാലത്തിൻ്റെ അടിത്തറ ഇളകി തുടങ്ങി. സിമന്റ് പാളികൾ അടർന്ന് കമ്പികൾ പുറത്തു കണ്ടു തുടങ്ങി. അന്തർ സംസ്ഥാന പാതയായതുകൊണ്ട് തന്നെ കർണാടകത്തിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ റോഡ് പരിചയമല്ലാത്തതുകൊണ്ട് ഇത് ഒരു എസ് വളവ് പോലെ വളരെ അപകടം നിറഞ്ഞൊരു വളവും ഈ പാലത്തിന് കൈവരിയില്ലാത്തതും കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭയപ്പാടാണ്. കാരണം പലപ്പോഴും തലനാരിഴയ്ക്കാണ് ഞങ്ങൾ അപകടത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പം ഈ പരിചയമില്ലാത്ത വാഹനങ്ങൾക്ക് ഇത് വലിയൊരു അപകട ഭീഷണി വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ പാലത്തിൻ്റെ ശോചനീയമായ അവസ്ഥയും വളരെ പരിതാപകരമാണ്. കാരണം പാലത്തിൻ്റെ കോൺക്രീറ്റ് സ്ലാബുകൾ അടർന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അപകടക്കെണിയായ റോഡ് എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപകടം പതിവാകുമ്പോൾ യാത്രക്കാരെ പഴിക്കുകയാണ് നിലവിലെ രീതിയെന്നും പ്രദേശവാസികൾക്ക് പരാതിയുണ്ട്. കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്ന ഈ പാലത്തിലൂടെ എന്ത് ധൈര്യത്തിലാണ് യാത്ര ചെയ്യേണ്ടതെന്ന് ഈ പ്രദേശവാസികൾ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി നൽകേണ്ടത് പൊതുമരാമത്ത് മന്ത്രിയും അധികൃതരുമാണ്. ഇനി കൈവരിയില്ലാത്ത ഈ പാലത്തിൽ നിന്ന് എത്ര ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങളുടെ കണ്ണു തുറക്കുക? രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് അരുന്ധതി റോയ്. സമരം ചെയ്യുന്നവരെ ചേർത്ത് നിർത്തുന്നു. ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ തീവ്ര വലതുപക്ഷത്തേക്ക് നീങ്ങുകയാണ്. കേരളത്തിലെ ജനങ്ങളും സർക്കാരും ആശമാർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അരുന്ധതി റോയ് ആശാ വർക്കേഴ്സിന് അയച്ച കത്തിൽ പറയുന്നുണ്ട്. മേഘന മുരളിയുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, എന്തൊക്കെയാണ് കത്തിൽ പറയുന്ന കാര്യങ്ങൾ? ആശാവർക്കർമാരുടെ സമരം ഇന്ന് 25ാം ദിവസത്തിലേക്ക് കടന്ന് നാളെ 26ാം ദിവസം ഒരുപാട് സമരപരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ ആശാവർക്കർമാർ ഒരുങ്ങുകയാണ്. അതുപോലെ തന്നെ മാർച്ച് 8 സർവ്വദേശീയ വനിതാ ദിനത്തിൽ ഇത്തരത്തിൽ വലിയൊരു വനിതാ സംഗമം സംഘടിപ്പിക്കാനും ആശാമാർ ഒരുങ്ങുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായിട്ടുള്ള അരുന്ധതി റോയ് ഇത്തരത്തിൽ ഇവരുടെ സമരത്തിന് ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും അരുന്ധതി റോയ് പറയുന്നത് ഇത്തരത്തിൽ ഒരു ലോകത്തിലെ സർക്കാരുകളെല്ലാം തീവ്ര വലതുപക്ഷത്തേക്ക് നീങ്ങുന്നു. ആ സമയത്ത് കേരളത്തിലെ സർക്കാരും ജനങ്ങളും ആശാവർക്കർമാരെ കേൾക്കുമെന്നും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും താൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അരുന്ധതി റോയ് പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ എല്ലാ തൊഴിലാളികളെയും, ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ കഷ്ടത അനുഭവിക്കുന്ന എല്ലാ തൊഴിലാളികളെയും, ഏറ്റവും അവസാന സ്ത്രീയെയും താൻ കേൾക്കും, അല്ലെങ്കിൽ താൻ ചേർത്ത് നിർത്തുന്നു, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് അരുന്ധതി റോയ് പറയുന്നത്. കൂടാതെ മാർച്ച് 8 നടത്തുന്ന അല്ലെങ്കിൽ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്ന സർവ്വദേശീയ വനിതാ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ, വനിതാ സംഗമം ഒരു മഹാസംഗമം
സുഗമമാക്കി മാറ്റാനുള്ള ഒരു പരിശ്രമത്തിൽ തന്നെയാണ് ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ഉള്ളത്. ആ ഒരു വനിതാ സംഗമത്തിന് കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് അരുന്ധതി റോയ്. ഇതിലൂടെ കൂടുതൽ എഴുത്തുകാരും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ വേണ്ടി. നാളെയും വ്യത്യസ്തമായിട്ടുള്ള സമരപരിപാടികൾ ആശാവർക്കർമാർ സംഘടിപ്പിക്കുമെന്ന് കൂടി അറിയുന്നുണ്ട്. മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. തൃശൂർ നഗരത്തിലെത്തിയാൽ ഇപ്പോൾ ആരുടെയും കണ്ണാദ്യം പോവുക നഗരഹൃദയത്തിലെ ആകാശപാതയിലേക്കാണ്. കോടികൾ ചെലവഴിച്ചാണ് തൃശൂർ നഗരത്തിൽ ശക്തൻ നഗറിൽ കാൽനടയാത്രക്കാർക്കായുള്ള ആകാശപാത നിർമ്മിച്ചത്. പക്ഷേ തൃശൂരിലെത്തുന്ന അധികം ആരും അല്ലെങ്കിൽ തൃശൂർക്കാർ തന്നെയും ഈ ആകാശപാത വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു ദിവസം ഏതാണ്ട് 50,000 പേർ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിച്ച് സ്ഥാപിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ആകാശപാത ഇപ്പോൾ 500 പേർ പോലും ഉപയോഗിക്കുന്നില്ല. അതിന് കാരണമെന്തെന്ന് ഈ റിപ്പോർട്ട് വ്യക്തമാക്കും. ജനത്തിരക്കും വാഹനത്തിരക്കും കണക്കിലെടുത്തായിരുന്നു ശക്തൻ നഗറിൽ കോടികൾ മുടക്കി ഇക്കാണുന്ന ആകാശപാത സ്ഥാപിച്ചത്. റോഡ് മുറിച്ചു കടക്കുമ്പോൾ അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുക തന്നെയായിരുന്നു ലക്ഷ്യം. പക്ഷേ പദ്ധതി യാഥാർത്ഥ്യമായെങ്കിലും ആ ലക്ഷ്യം മാത്രം ഇനിയും സാധൂകരിക്കാനായില്ല. തലങ്ങും വിലങ്ങും ചീറിപ്പായുന്ന വാഹനങ്ങൾ, ജീവൻ കയ്യിൽ പിടിച്ചാണ് പലരും റോഡ് മുറിച്ചു കടക്കുന്നത്. പക്ഷേ തലയ്ക്കു മുകളിൽ തല നിവർത്തി നിൽപ്പാണ് ആശ്വാസത്തിന്റെ ആകാശപാത. പൂർണ്ണമായും ശീതീകരിച്ചതും പുറമേ കാണാനാവുന്നതും വീതിയേറിയതും മേൽക്കൂരയുള്ളതും ലിഫ്റ്റ് സൗകര്യമുള്ളതുമാണ് ആകാശപാതയെങ്കിലും അതൊന്നും യാത്രക്കാരെ ആകർഷിക്കുന്നില്ല. തുറന്നുകൊടുത്ത കാലത്ത് ഏറെപ്പേർ എത്തിയിരുന്നെങ്കിലും പിന്നീട് സ്ഥിതി മാറി. വലിയ പടികൾ കാരണം യാത്രക്കാർക്ക് കയറാനുള്ള സാധ്യത കുറവാണെന്ന് മനസ്സിലാക്കിയാണ് 4 ഇടങ്ങളിൽ വലിയ ലിഫ്റ്റുകൾ സ്ഥാപിച്ചത്. സമീപത്ത് ചവിട്ടുപടികളുമുണ്ട്. 279 മീറ്റർ ചുറ്റളവിൽ വൃത്താകൃതിയിലാണ് രൂപകൽപ്പന. ഹഡ്കോയുടെ മികച്ച മാതൃകയായി ഇത് അംഗീകരിക്കപ്പെടുമ്പോഴും ജനങ്ങൾ മുഖം തിരിക്കുകയാണ്. ശക്തൻ ബസ് സ്റ്റാൻഡ്, പച്ചക്കറി മാർക്കറ്റ്, മത്സ്യ മാർക്കറ്റ്, മുനിസിപ്പൽ പ്രദർശന മൈതാനം തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന പാത 2023 ഓഗസ്റ്റിലാണ് തുറന്നുകൊടുത്തത്. പക്ഷേ അധികം ആളുകളും ഇത് പ്രയോജനപ്പെടുത്തുന്നില്ല. ആകാശപാത ഉപയോഗിക്കാത്തതിന് കാരണം തിരക്കിയാൽ മറുപടി ഇങ്ങനെ: പൈസയൊക്കെ കയറാൻ ബുദ്ധിമുട്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ വളയുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. ഇങ്ങനെയൊക്കെയാണ്. ജനങ്ങളെ ആകാശപാതയിലേക്ക് ആകർഷിക്കാനും നിർബന്ധിക്കാനും പദ്ധതികളൊന്നുമില്ല. റോഡ് മുറിച്ചു കടക്കാനുള്ള അവസരമില്ലാതായാൽ മാത്രമേ ജനം ആകാശപാത ഉപയോഗിക്കൂ. ഇതിന് കോർപ്പറേഷന്റെയും പോലീസിന്റെയും ശക്തമായ ഇടപെടൽ വേണം. ആകാശപാതയിൽ കോർപ്പറേഷൻ വിഭാവനം ചെയ്ത കോഫി ഷോപ്പുകളും ചെറുകടകളും ഇനിയും ആരംഭിച്ചിട്ടില്ല. ശക്തൻ നഗറിലെ വാഹനത്തിരക്ക് എത്രമാത്രമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. വാഹനങ്ങൾക്കിടയിലൂടെ റോഡ് മുറിച്ചു കടക്കുമ്പോൾ പതിയിരിക്കുന്നത് അപകടങ്ങൾ തന്നെയാണ്. അത് തിരിച്ചറിയാൻ നമുക്കാകേണ്ടതുണ്ട്. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. ഇനി പത്തനംതിട്ട കോന്നിയിലേക്കാണ്. അവിടെ നിരവധി രോഗികളെത്തുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരം ഇപ്പോൾ കാട്ടുപോത്തിന്റെ വിഹാര കേന്ദ്രമായിരിക്കുന്നു. ഏത് നിമിഷവും കാട്ടുപോത്ത് ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിലാണ് ആശുപത്രി ജീവനക്കാരും രോഗികളും പ്രദേശവാസികളും. പ്രദേശത്ത് വനംവകുപ്പ് പരിശോധന കർശനമാക്കണമെന്നും എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണം എന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. പലതവണ വാർത്തയായും അല്ലാതെയും അധികാരികൾക്ക് മുന്നിൽ എത്തിച്ച വിഷയമാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെ പറയേണ്ടി വരുന്നത് സാധാരണക്കാർ ബുദ്ധിമുട്ടുന്നത് കൊണ്ടാണ്. ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കോന്നി മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് പുറത്തു വരുന്നത്. ദിവസവും മെഡിക്കൽ കോളേജിലേക്ക് 100 കണക്കിന് രോഗികളാണ് എത്തുന്നത്. നിരവധി സ്ഥാപനങ്ങളും വീടുകളുമുള്ള ഈ മേഖലയിൽ ഇപ്പോൾ കാട്ടുപോത്തുകളുടെ സാന്നിധ്യം പതിവായിരിക്കുകയാണ്. ഒറ്റയ്ക്കും കൂട്ടമായുമാണ് മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലും പരിസര പ്രദേശങ്ങളിലും കാട്ടുപോത്തുകൾ എത്തുന്നത്. കാട്ടുപോത്തുകളുടെ സാന്നിധ്യം സ്ഥിരമാകുമ്പോൾ ഏത് നിമിഷവും ആക്രമിക്കപ്പെടാമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. കാട്ടുപോത്തിന്റെ ഭയങ്കര ശല്യമാണ്. രാവും പകലും. വൈകിട്ട് ഒരു 7 മണിയായ ഞങ്ങൾക്ക് പേടിയാ. കാരണം 7 മണിയാകുമ്പോൾ ഇത് ഇറങ്ങിയിട്ട് വീടിന് ആ കടയുടെ ചുറ്റിനും അത് നിന്ന് ഇറ്റ് തിന്നുമോ. അതിനെ കണ്ട ഒരു ആനയുടെ അത്രയും വലിപ്പമുണ്ട്. അതിനെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. അത് കാരണം ഞങ്ങൾക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പേടിയാണ്. രോഗികളാണേലും ഹോസ്പിറ്റലിൽ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം ഭയങ്കര പേടി. തീറ്റപ്പുല്ല് ധാരാളമായുള്ള പ്രദേശമാണിത്. ഇതാണ് കാട്ടുപോത്തുകൾ ഇവിടേക്കെത്താൻ കാരണം. കാട്ടാന, കാട്ടുപന്നി, കുരങ്ങ് തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ഭീഷണിയും ഈ പ്രദേശങ്ങളിലുണ്ട്. റോഡിൽ നടന്നു പോകാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വാഹനങ്ങൾക്ക് തന്നെ പോകുന്നത് പേടിച്ചാ പോകുന്നത്. മെഡിക്കൽ കോളേജിലെ ആൾക്കാരെല്ലാം ചായ കുടിക്കാനും എല്ലാം ഇവിടെയൊക്കെ കയറി വരികയൊക്കെ ചെയ്യുന്ന സമയത്താണ്
വന്യമൃഗശല്യത്തിൽ കൃഷി ഉൾപ്പെടെ നശിക്കുന്നതിന് പുറമെയാണിപ്പോൾ കാട്ടുപോത്ത് ഭീഷണി കൂടി ഈ നാട്ടുകാരെ വലയ്ക്കുന്നത്. ഉള്ളത് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കാനെത്തുന്നവർ കാട്ടുപോത്തിനെ കണ്ട് ജീവനും കൊണ്ട് ഓടേണ്ട അവസ്ഥയാണ് കോന്നി മെഡിക്കൽ കോളേജിലുള്ളത്. പ്രഖ്യാപനങ്ങൾ നടത്തുന്ന അധികാരികൾ ഇതൊക്കെയൊന്ന് കാണണം. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. ആ മേഖലയിലുള്ള ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. പ്രതികരണങ്ങളിലേക്കാണ്. മെഡിക്കൽ കോളേജിൻ്റെ അവിടെ കാട്ടുപോത്ത് വന്ന് ഇവിടെ മനുഷ്യർക്ക് പോകാനും വരാനും വലിയ ബുദ്ധിമുട്ടാണ്. രോഗികൾ വരുന്നവർ പേടിച്ച് പിന്നെ ഓടി പോവുക. അതുകൊണ്ട് അതിനെന്തെങ്കിലും പോംവഴി കണ്ടേലേ ഒക്കത്തുള്ളൂ. ഈ രാത്രി ഈ റോഡിലെല്ലാം ഇതിങ്ങനെ കറങ്ങി നടക്കും. ആരും അധികൃതർ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഫോറസ്റ്റുകാര് ആരും ഇങ്ങോട്ട് വരുന്നേ. കോളേജിൽ MBBS പഠിക്കുന്ന കുട്ടികൾ എത്രയോ എണ്ണം ഉണ്ട്. അവരൊക്കെ ഈ റോഡിൽ കൂടെ ഒക്കെ നടക്കുന്നത്. എല്ലാവർക്കും പേടി സ്വപ്നം. ആരോടും പറഞ്ഞിട്ട് ആരും പ്രതികരിക്കാനോ കാണാനോ നോക്കാനോ ഒന്നും ഫോറസ്റ്റുകാരും വന്നിട്ടില്ല. എല്ലാ ദിവസവും മെഡിക്കൽ കോളേജിനടുത്ത് നമ്മുടെ MBA കോളേജിനടുത്ത്. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ ജനങ്ങൾക്ക് പറയാനുള്ളത്. നമ്മൾ ഇനി പോകുന്നത് എറണാകുളം തൃക്കാക്കരയിലേക്കാണ്. കോടികൾ മുടക്കിയാണ് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചത്. പണി പൂർത്തിയായിട്ട് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതുവരെയും കച്ചവടക്കാർക്കോ ജനങ്ങൾക്കോ അത് തുറന്നു നൽകിയിട്ടില്ല. നിലവിൽ കെട്ടിടത്തിനുള്ളിലും പുറത്തും സാമൂഹ്യ വിരുദ്ധരും തെരുവ് നായ്ക്കളുമാണ് കയറിയിറങ്ങുന്നത്. പൊടിയും മാറാലയും തുരുമ്പും പിടിച്ച് ഈ കെട്ടിടം ഇങ്ങനെ അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പണിതുയർത്തിയവർ തന്നെ താഴിട്ട് പൂട്ടുകയായിരുന്നു. ഓരോ വട്ടവും അധികാരികൾ വന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി ഉദ്ഘാടനം ചെയ്തു പോകുന്നു. പക്ഷേ എന്തുകൊണ്ട് കെട്ടിടം പ്രവർത്തിക്കുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടിയില്ല. തുടക്കത്തിൽ 1-2 കച്ചവടക്കാർ ഇവിടെ മുറികൾ വാടകയ്ക്കെടുത്തിരുന്നു. എന്നാൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാത്തതിനാൽ മുനിസിപ്പാലിറ്റിയോട് മല്ലിട്ട് അവരും പടിയിറങ്ങി. മാർക്കറ്റ് പ്രവർത്തിക്കാൻ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് വേസ്റ്റ് കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാൻ പറ്റുള്ള, കാരണം ഇവിടെ പ്ലാന്റ് ഒന്നും ഉണ്ടായില്ല. വെറുതെ ഒരു പണി തീരാത്ത ബിൽഡിംഗ് തന്നു വിട്ടേക്കണ്. 2015 നിർമ്മാണം ആരംഭിച്ചതാണ്. 2020 പണി പൂർത്തിയായി. നിർമ്മാണ ചെലവ് 4 കോടി രൂപയായിരുന്നു. പല ഭരണസമിതികൾ മാറി മാറി വന്നു. മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് കോംപ്ലക്സിന്റെ പ്രവർത്തനം നീട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ ഇങ്ങനെ ആക്കിയിട്ടിട്ട് ഇപ്പൊ പണി മൊത്തം കംപ്ലീറ്റ് ചെയ്ത് ഉദ്ഘാടനം കഴിഞ്ഞു. കുറേ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ തന്നെ ഒരു 2-3 തവണയെങ്കിലും ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് ഈ സാധനത്തില്. എന്നിട്ട് ഇതിങ്ങനെ തന്നെ കിടക്കുക. പിന്നെ അവിടെ മാർക്കറ്റ് പണിത്, മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് പണിത്. അവിടെ പൊതു മാർക്കറ്റ് എന്ന് പറഞ്ഞ ബിൽഡിംഗ് പണിത് ഇത് മാർക്കറ്റിലുള്ളവർക്ക് കൊടുക്കാതെ അപ്പുറത്ത് കൊടുത്തു. തൊട്ടടുത്ത ഫിഷ് മാർക്കറ്റും പണി കഴിപ്പിച്ചു. കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഫിഷ് മാർക്കറ്റ് മാത്രം തുറന്നുകൊടുത്തത്. അതും കോംപ്ലക്സിനോട് ചേർന്ന പൊതുമാർക്കറ്റിന്റെ അകത്തല്ല, പുറത്ത്. കൗമാരപ്രായത്തിലുള്ളവരടക്കം നിരവധി പേരാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിനെ മദ്യപാനത്തിനും മറ്റ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മറയാക്കുന്നത്. വഴിയോര കച്ചവടക്കാരുടെ കടകൾ പൊളിച്ചു നീക്കാൻ കാണിക്കുന്നതിന്റെ 10-1 ആർജവം കാട്ടിയാൽ മുനിസിപ്പാലിറ്റിക്ക് ഈ കോംപ്ലക്സ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാവുന്നതേയുള്ളൂ. തൃക്കാക്കര നഗരത്തിന്റെ ഒത്ത നടുക്ക് അധികാരികളുടെ കെടുകാര്യസ്ഥതയും കൃത്യവിലോഭവും ഇങ്ങനെ മുഴച്ചു നിൽക്കുമ്പോൾ ശാപമോക്ഷത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഈ കെട്ടിടവും ഇവിടുത്തെ ജനങ്ങളും. മാഹിൻ ജാഫറിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. കോന്നി മെഡിക്കൽ കോളേജിന് സമീപം കാട്ടുപോത്ത് കിടത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ നൽകിയിരുന്നു. പ്രകാം തോമസ് അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഇടപെടലുകളെ വിമർശിക്കുന്നുണ്ട്. സിദ്ദിഖ് പറയുന്ന ഒരു കല്ലെടുത്തെറിഞ്ഞാൽ മതി, അപ്പോൾ വരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മെഡിക്കൽ കോളേജ് പോലീസും, മനുഷ്യന് പുല്ലുവില എന്നാണ് പറയുന്നത്. ഇപ്പോൾ പൊതുവിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിനെതിരെ ഉയർന്ന വിമർശനങ്ങളുടെ ഒരു ഭാഗമാണ്. കോഴിക്കോട് കോടഞ്ചേരിയിൽ 75-കാരിയെ കാണാതായിട്ട് 6 ദിവസം. മംഗലം വീട്ടിൽ ജാനുവിനെയാണ് കാണാതായത്. വയോധിക ധരിച്ച വസ്ത്രം കാട്ടിൽ കണ്ടെത്തി. വലിയ കൊല്ലി പൊട്ടൻകോട് പള്ളിക്കുന്നേൽ മലയിലാണ് തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. ഷഹദ് റഹ്മാൻ കോഴിക്കോടിന് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹദ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഷഹദ്, 1-ാം തീയതിയാണ് ഈ സ്ത്രീയെ കാണാതാകുന്നത്. 75 വയസ്സാണ്. മംഗലം വീട്ടിൽ ജാനു എന്നാണ് ഇവരുടെ പേര്. ഇവർക്ക് ചെറിയ രീതിയിലുള്ള ഓർമ്മക്കുറവുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇവർ പോയത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇതുവരെ കൈവന്നിട്ടില്ല. നിലവിൽ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കാണാതായിട്ട് 6 ദിവസമായെങ്കിലും ഇന്നത്തെ പരിശോധനയിൽ ഇവരുടെ വസ്ത്രം ഒരു കാട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ വന്യമൃഗ ശല്യമൊക്കെ അതിരൂക്ഷമായി തുടരുന്ന ഒരു മേഖലയാണ്. കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടു എന്നൊക്കെ തരത്തിൽ അഭ്യൂഹങ്ങളും അതുപോലെ തന്നെ പ്രചാരണങ്ങളും ഒക്കെ നടന്നിട്ടുള്ള ഒരു മേഖല കൂടിയാണ്. അപ്പോൾ വനംവകുപ്പ് അത്തരം ഒരു പരിശോധനയും ആ ഭാഗത്ത് നടത്തുന്നുണ്ട്. അപ്പം അതിനിടയിലാണ് ഇപ്പോൾ ഈ 75-കാരിയായിട്ടുള്ള
ജാനുവിനെ കാണാനില്ല എന്ന ഒരു പരാതി പോലീസിന്റെ കയ്യിൽ എത്തുന്നത്. നിലവിൽ ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടഞ്ചേരിയിലെ ഡാൻസ് ഓഫ് ഫോഴ്സ്, അതുപോലെ തന്നെ എൻ്റെ മുക്കം സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ പരിശോധന നടത്തുന്നത്. ഇന്ന് പ്രത്യേകിച്ച് ഡ്രോൺ പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അല്പസമയം മുൻപ് കോടഞ്ചേരിയിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുവരെ പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഈ സ്ത്രീയുടെ വസ്ത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് കുറെ കൂടി ആശങ്കപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഡ്രോൺ പരിശോധന ഉൾപ്പെടെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. നിലവിൽ ഇപ്പോൾ ഇന്ന് ഈ വസ്ത്രങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് വലിയ കൊല്ലി പൊട്ടൻകോട് പള്ളിക്കുന്ന് എന്ന് പറയുന്ന മലയിൽ നിന്നാണ് ഈ വസ്ത്രങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. നാളെ രാവിലെ വീണ്ടും പരിശോധന തുടരും. ഇന്നത്തെ പരിശോധന നിർത്തിവെച്ചിരിക്കുകയാണ് രാത്രി ആയതുകൊണ്ട്. ഷഹദർ ഉമാറാണ് കോഴിക്കോട് എന്ന വിവരങ്ങൾ നൽകിയത്. മലബാറിലെ ആദ്യ പോലീസ് മ്യൂസിയം നാശത്തിന്റെ വക്കിലാണ്. സ്ഥിരം ജീവനക്കാർ ഇല്ലാത്തതും പരിചരണം ഇല്ലാത്തതുമാണ് നാശത്തിന് കാരണം. മ്യൂസിയം സംരക്ഷിക്കണം എന്ന ആവശ്യം ശക്തമാക്കുകയാണ് ആർക്കിയോളജി ആൻഡ് ഹെറിറ്റേജ് അസോസിയേഷൻ. മലബാറിലെ ആദ്യ പോലീസ് മ്യൂസിയമാണ് എനിക്ക് പിറകിലുള്ളത്. മതിയായ പരിചരണം ലഭിക്കാത്തതിനാൽ ഇത് നാശത്തിന്റെ വക്കിലാണ്. പോലീസ് സേനയിൽ പുതുതായി എത്തുന്നവർക്കും പോലീസിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന പൊതുജനങ്ങൾക്കും ഏറെ ഉപകാരപ്രദമാകുന്ന മ്യൂസിയമാണിത്. മലബാറിലെ ആദ്യ പോലീസ് മ്യൂസിയം 2021 ജൂണിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചത്. ഏതാനും മാസങ്ങൾ തുറന്നെങ്കിലും പിന്നീട് അടച്ചു. ആവശ്യം ശക്തമായതോടെ വീണ്ടും തുറന്നെങ്കിലും ഇപ്പോഴും മതിയായ പരിചരണമില്ല. മ്യൂസിയത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിയാൻ സംവിധാനങ്ങളും വിരളം. പോലീസ് സിറ്റി കമ്മീഷണറുടെ ഓഫീസിന്റെ പിൻഭാഗത്ത് പഴയ വനിതാ പോലീസ് സ്റ്റേഷനാണ് മ്യൂസിയമാക്കിയത്. ഈ ഒരു സ്ഥാപനം ജനങ്ങളിലെത്തണം. ഇങ്ങനൊരു മ്യൂസിയം കോഴിക്കോടുണ്ട് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയില്ല. കാരണം ഇതെന്ന് പറഞ്ഞാൽ 1973 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ബിൽഡിങ്ങാണിത്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി അന്തരിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇന്ദിരാഗാന്ധിൻ്റെ കയ്യൊപ്പ് പോലും ഇവിടെ ബുക്കിലുണ്ട്. ഇത്രയും ഒരുപാട് വസ്തുക്കൾ ഇവിടെ നമുക്ക് നശിക്കാതെ ഇതിനെ സംരക്ഷിച്ച് പൊതുജനങ്ങൾക്ക് ഇത് നന്നായി വന്ന് കാണാനുള്ള ഒരു സൗകര്യം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ സർക്കാരും ഏർപ്പെടുത്തുകയാണെങ്കിൽ വളരെ ഒരു ഉപകാരപ്രദമായിരിക്കും. ഇത് സ്ഥിരമായിട്ടൊരു ഉദ്യോഗസ്ഥനെ നിർത്തി ഇതിനെ ക്ലീൻ ചെയ്ത് പുറത്ത് നമുക്കിപ്പോൾ ഒരു ബോർഡ് പോലും ഇവിടെ കാണാനില്ല. പോലീസ് മ്യൂസിയം ഉണ്ടെന്നുള്ളൊരു ബോർഡ് പോലുമില്ല. വർഷങ്ങൾ പഴക്കമുള്ള പീരങ്കി ഈ വിധത്തിൽ നശിക്കുകയാണ്. മ്യൂസിയത്തിലേക്കുള്ള വഴിയരികിലെ കാഴ്ചയാണിത്. വിവിധയിടങ്ങളിൽ നിന്ന് പിടികൂടിയ വാഹനങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ പോലീസിന്റെ മുഖമുദ്രയായിരുന്ന വിക്ടോറിയ രാജ്ഞിയുടെ ലോഹമുദ്രയും അക്കാലത്ത് യൂണിഫോമിൽ അണിഞ്ഞിരുന്ന റോയൽ ക്രൗൺ ബട്ടണുകളുടെ മാതൃകയും മ്യൂസിയത്തിലുണ്ട്. കൂടാതെ കോഴിക്കോട് വനിതാ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വിസിറ്റേഴ്സ് ഡയറിയിൽ നൽകിയ ഒപ്പും ഫോട്ടോകളുമുണ്ട്. പോലീസിന്റെ പ്രസിദ്ധമായ ട്രൗസർ, ഷോപ്പ് ബെൽറ്റ്, വിസിൽ, ബട്ടണുകൾ എന്നിവയും മ്യൂസിയത്തിലുണ്ട്. നേരെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ നൽകിയ വസ്തുക്കൾ തിരികെ നൽകണം എന്ന ആവശ്യവും ശക്തമാണ്. ഈ പോലീസ് മ്യൂസിയം ഉദ്ഘാടന സമയത്ത് കമ്മീഷണറായ ജോർജ് സാറിൻ്റെ ആവശ്യപ്രകാരം ആർക്കിയോളജി ആൻഡ് ഹെറിറ്റേജ് അസോസിയേഷനിലെ കുറച്ച് കൂട്ടുകാർ ചേർന്ന് ഒരുപാട് വിലപിടിപ്പുള്ള ചരിത്ര സംഭവങ്ങളുള്ള ഒരുപാട് രേഖകളും പുരാവസ്തുക്കളും ഇവിടെ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ സംരക്ഷിക്കപ്പെടണം. അതൊക്കെ നശിച്ചു പോകുന്നത് വളരെ വേദനാജനകമാണ്. അതുകൂടി സംരക്ഷിച്ച് ഇതിനെ നല്ലൊരു മ്യൂസിയമാക്കി മാറ്റാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മ്യൂസിയം കൂടുതൽ സജ്ജീകരിക്കണം എന്ന് തന്നെയാണ് ചുമതലയുള്ള കൺട്രോൾ റൂമിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ആവശ്യം. ഈ കെട്ടിടവും ഇതിനകത്തുള്ള പുരാവസ്തുക്കളും സംരക്ഷിക്കാൻ നടപടി വേണം. അധികൃതരുടെ ശ്രദ്ധയുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കോഴിക്കോട് നിന്ന് ഷിജു ചവറയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. മ്യൂസിയം സംരക്ഷിക്കാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് പൊതുവിൽ ഉയരുന്നത്. പ്രതികരണങ്ങളിലേക്ക് ഇനി. പൊതുജനങ്ങൾക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അതിലേക്കൊരു ബോർഡ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് DGPക്ക് ഒരു അഭ്യർത്ഥനയായിട്ട് നമ്മളൊരു ലെറ്റർ ആർക്കിയോളജീൻ്റെ ഹെറിറ്റേജ് അസോസിയേഷൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു മറുപടി കിട്ടുകയും ചെയ്തു. പക്ഷേ ഇന്നും അത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് അതിന് നടക്കുന്നുണ്ടോ എന്ന് ഒരു സംശയാസ്പദമാണ്. നമ്മളുടെ ഈ പോലീസ് മ്യൂസിയം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മ്യൂസിയം കോഴിക്കോട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് മ്യൂസിയത്തെക്കുറിച്ച് ഒരു
കാര്യവും അവിടെ പറയുന്നില്ല. കാരണം അത് ഇതുവരെ ഗൂഗിൾ ലിസ്റ്റ് ചെയ്തിട്ടില്ല. പൊതുജനങ്ങൾക്കൊരു അവൈലബിലിറ്റി കിട്ടണമെങ്കിൽ ഇതിനൊരു പരസ്യവും അതിനൊരു നെയിം ബോർഡൊക്കെ വെച്ച് ആളുകളെ ആകർഷിക്കുന്ന രീതിയിലാക്കണം. പിന്നെ അതിന് പറയാനുള്ളത് ഇപ്പോഴത്തെ കുട്ടികളുടെ തലമുറയിൽ ഈ ഡ്രഗ്സും മറ്റേ ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് കുട്ടികൾ വളരെ വഴിതെറ്റിയാണ് സഞ്ചരിക്കുന്നത്. അവരുടെ ഒരു ഡയറക്ഷൻ മാറ്റി ഇതിലേക്ക് പോലെ ഇങ്ങനത്തെ ഒരു ഹോബിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിലവഴിക്കാൻ ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ കുട്ടികൾ സ്കൂൾ ലെവലിൽ പോലീസ് സ്റ്റേഷൻ ബന്ധപ്പെട്ട് ഇവരെ എല്ലാ സ്കൂളിലും ഇത് അറിയിക്കണമെന്നും. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയിലേക്കാണ്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി കൂരായണം കാണാം. നമസ്കാരം.